ഗൈസ് ചെറിയൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വീട്ടിൽ ജീവിക്കാൻ നിവൃത്തി ഇല്ലാതായിരിക്കണം. സ്വസ്ഥ തരുന്നില്ല എനിക്ക്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ അബദ്ധങ്ങൾ പറ്റും, സ്വാഭാവികമാണ്. ഒന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ടോർച്ചർ ചെയ്യില്ല ഒരു മനുഷ്യനാ. എന്തോന്നു ഇന്ന് ചെറിയ അബദ്ധം പറ്റി എന്ന് വെച്ചാൽ ഞാൻ രാവിലെ ബൈക്കിൽ ഞാൻ തമ്പാനൂര് വരെ പോയി. തമ്പാനൂർ പോയിട്ട് ബസ് സ്റ്റാൻഡിന്റെ അവിടെ ബൈക്ക് വെച്ചിട്ട് ഫ്രണ്ട്സ് വന്നു. അപ്പൊ ഞാൻ അവന്മാരെ കൂടെ കറങ്ങാൻ പോയിട്ട് തിരിച്ച് എന്റെ ബൈക്കിന് മുമ്പിൽ കിടന്നു. ഞാൻ ഇത് കാണുന്നില്ല, മറന്നുപോയല്ലോ. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി തിരിച്ച് വീട്ടിൽ വന്നു. അതിപ്പോ എന്തോന്ന് അബദ്ധം? ബൈക്ക് നാളെ ബസ്സിൽ തിരിച്ച് വേറെ ബസ്സിൽ പോയി എടുത്തോണ്ട് വരും. ഓ, താക്കോല് ഞാൻ അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. ബൈക്കിൽ തന്നെ ഞാൻ താക്കോലും വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഓ, 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് കണ്ടില്ല. കുറെ കാലം കഴിഞ്ഞപ്പോ ഡൽഹി കിടക്കണം ആരാ വിളിച്ചു പറഞ്ഞു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തത്. അത് 2 പ്രാവശ്യം ഡ്യൂപ്ലിക്കേറ്റ്, ഇപ്പൊ ട്രിപ്ലിക്കേറ്റും കിട്ടി. എത്ര സർട്ടിഫിക്കറ്റ് ഉപയോഗം ഉണ്ടാ? ആധാർ കൊണ്ട് കളഞ്ഞു. ആധാർ എത്ര പ്രാവശ്യം കളഞ്ഞായി? ആധാർ 2 പ്രാവശ്യമായി. 2 പ്രാവശ്യം കളഞ്ഞാൽ അത് ATM 5-6 അത് പുതിയത് അപ്ലൈ ചെയ്തിട്ട്. പിന്നെ ഞാൻ വേറെ എന്ത് കളഞ്ഞു? ഹെൽമെറ്റ് കിടക്കിടക്കുക അതൊക്കെ അമ്മ, ഇതൊക്കെ മനുഷ്യ സഹജമാണ്. ഇത് പണ്ട് ഞാൻ സ്കൂളിൽ കുട കളഞ്ഞു തുടങ്ങിയത് തന്നെ. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഒന്നും മറക്കുന്ന ഒരുത്തനാണ്. എനിക്ക് 3 മാസമുള്ളപ്പോൾ ഞാൻ അരണയെ ചവിട്ടി നടക്കാൻ പോയപ്പോഴേ, എന്റെ 3ാം മാസം ഞാൻ റോഡിൽ കൂടെ നടക്കാൻ പോയി. അപ്പോൾ ഞാൻ അരണയെ ചവിട്ടി. അന്ന് മുതലുള്ള ശാപമാണ് അരണശാപം. എന്റെ പേര് അന്നേ മാറ്റി വിഷ്ണു നിട്ടുന്ന പറഞ്ഞ അരുണ നിട്ടുന്ന അരുണയെന്നെങ്കിലും വിളിക്കാറില്ല. അരുണയുടെ ശാപമെങ്കിലും മാറിയായിരുന്നു. മറവിയൊക്കെ മനുഷ്യ സഹജം തന്നെ. നാട്ടിലെങ്ങും മക്കളില്ല. എന്ത് ഞാൻ അങ്ങനെ വല്ല മറക്കാറുണ്ട് എന്തെങ്കിലും? ഇതെല്ലാം മറക്കാനില്ലേ ഇതൊക്കെ?